ജയസൂര്യ അദ്ദേഹം ക്യാൻസറിനെ ഫ്രീ ആയി ചികിത്സിക്കുന്ന ഒരു സംരംഭത്തിന് അദ്ദേഹം സപ്പോർട്ടായി നിൽക്കുന്ന ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. പോസ്റ്റിന് താഴെ വന്ന നെഗറ്റീവ് കമന്റ്സ് ആണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം. അദ്ദേഹത്തെ ക്ഷണിച്ച ചടങ്ങിൽ ഭരിക്കുന്ന പാർട്ടിയുടെ മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഈ കൃഷിക്കാര് അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് ചെറിയ പ്രശ്നങ്ങളല്ല. പ്രസാദ് അവർകൾ ഒരുപക്ഷെ മിനിസ്റ്റർ ആയതിന്റെ പേരിൽ അങ്ങയുടെ ചെവിട്ടിലേക്ക് എത്താനായിട്ട് ചില കാര്യങ്ങൾ എത്താൻ ഒരുപാട് വൈകും. നമ്മുടെ ഈ കൃഷിക്കാരെ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ കുമരകത്ത് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കൃഷ്ണപ്രസാദ് എന്നാണ് ആക്ടറുടെ പേര്. പുള്ളി കൃഷി കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. 5-6 മാസമായിട്ട് അദ്ദേഹം കൊണ്ടുപോയിട്ട് നെൽകൃഷി അവിടെ നെല്ല് കൊണ്ട കൊടുത്തിട്ട് സപ്ലൈകോയിൽ ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. തിരുവോണ ദിവസം അവര് ഉപവാസം ഇരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൃഷിക്കാര് പട്ടിണി ഇരിക്കുകയാണ് തിരുവോണ ദിവസം അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് ഉപവാസം എടുക്കുന്നതെന്നറിയോ? കാര്യം നടത്തിത്തരാൻ വേണ്ടിയിട്ടല്ല, അധികാരികളുടെ കണ്ണിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് സർ ഞാനിത് സംസാരിക്കുന്നത്. ഒരിക്കലും വേറൊരു രീതിയിൽ ഇതിനെ കാണരുത്. പിന്നെ അദ്ദേഹം 1-2 പോയിന്റുകളോട് പറഞ്ഞത് എനിക്കൊന്ന് പറയാനുണ്ട്. കാരണം അത് ചിലപ്പോൾ ഇവർക്ക് അവസരം കിട്ടിയെന്ന് വരില്ല. ഇവരുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ സംസാരിക്കുന്നു, മറ്റൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് ഈ ഷർട്ടിൽ ചെളി പുരളുന്നതോ അതൊന്നും താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. സാർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ പറഞ്ഞതുപോലെ തിരുവോണ ദിവസം പട്ടിണി കിടക്കുന്ന അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് എങ്ങനെയാണ് സാർ ഇതിലേക്ക് വീണ്ടും ഒരു തലമുറ വരുന്നത്? രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, നമ്മൾ പച്ചക്കറികൾ അധികം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. സാർ, ഇവിടുത്തെ ഒരു സ്ഥിതി വെച്ച് പച്ചക്കറികൾ കഴിക്കാൻ വരെ നമുക്ക് പേടിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിഷമടിച്ച പച്ചക്കറികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കണേ. ഞാൻ പാലക്കാട് ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും അരിമില്ലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അരികള് നമ്മുടെ ഇവിടെ ഈ ബ്രാൻഡ് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഓണറോട് ചോദിച്ചു, ഇത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇവിടെ. അത് ഇവിടെ നമ്മൾ സെയിലിനില്ല. ഞാൻ പറഞ്ഞു, പിന്നെ ഇത് പുറത്തേക്ക് ഉള്ളതാണ്, ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്. എനിക്ക് അവിടെ നിന്നിട്ട് അത് കേരളത്തിലുള്ള നമുക്കാർക്കും ഫസ്റ്റ് ക്വാളിറ്റി കഴിക്കാനുള്ള യോഗ്യതയില്ലേ? നമ്മൾ പൈസ കൊടുത്തത് മേടിക്കില്ലേ? അപ്പൊ അയാൾ പറയുന്നത് എന്താന്ന് വെച്ചാ, ഇവിടെ ക്വാളിറ്റി ചെക്കിംഗ് ഇല്ല. അവിടെ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്വാളിറ്റി ചെക്കിംഗ് ഇല്ലാതെ വിടും. അപ്പൊ നമുക്ക് ഈ വക വിഷപ്പച്ചക്കറികളും സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റിയും അരി കഴിക്കേണ്ട ഗതികേടിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇവിടെ വലിയ ഇത്രയും കോടി രൂപയുടെ പദ്ധതികൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും വലിയ അഭിമാനം കൊള്ളുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ. പക്ഷേ ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യം ഇവിടെ വരേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് വേറെ തെറ്റിദ്ധരിക്കരുത്, ഇത് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അങ്ങയുടെ ചെവിട്ടിലേക്ക് എത്താൻ ചിലപ്പോൾ സമയമെടുക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത്. കാരണം അദ്ദേഹം ചിലപ്പോൾ ഇവൻ ഇതൊക്കെ അകത്തിരുന്ന് പറഞ്ഞാൽ പോരെ. സാർ, അകത്തിരുന്ന് പറയുമ്പോൾ സാറ് കേൾക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരു പ്രശ്നം മാത്രമായി മാറും. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ താങ്കളും അതിനെ സീരിയസ് ആയിട്ട് എടുക്കും. എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ മതമോ ജാതിയോ നോക്കി എന്നെ സ്നേഹിക്കുന്നവരല്ല, ഞാനും അതുപോലെയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. ഇങ്ങനെ എല്ലാ മതങ്ങളെയും വിശ്വസിക്കുന്ന ഒരു വിശ്വാസി തൻ്റെ കൂട്ടത്തിലുള്ള കർഷകരായ സുഹൃത്തുക്കൾക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ സംഖ്യയായി ചിത്രീകരിച്ചു. ജയസൂര്യ പറഞ്ഞത് വളരെ അർത്ഥവത്തായ കാര്യമാണ്, കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇന്ന് ഗവൺമെൻറ് കർഷകരെ സംരക്ഷിക്കുന്നില്ല, സംരക്ഷണം തരുന്നില്ല. ഒരു കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തെ കൃത്യമായിട്ട് സ്വീകരിക്കുകയും അതിന് ന്യായമായ വില നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ കൃഷിയിൽ നിന്ന് ഉപജീവന മാർഗം കൃഷിക്കാരന് കുടുംബത്തിന് കഴിയും എന്ന് വിശ്വാസമുണ്ടെങ്കിൽ ഏത് ചെറുപ്പക്കാരും കൃഷിയിലേക്ക് വരും. തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് എങ്ങനെ വരാൻ കഴിയും? അവർ ഇതൊരു ഉപജീവന മാർഗമായി സ്വീകരിച്ചാൽ അവൻ്റെ കാര്യം അധോഗതിയായി എന്നാണ് നമ്മുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. പലരും ചെറുപ്പക്കാരും ഇവിടെ നാട് വിടുകയല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ഇപ്പോൾ ലണ്ടനിലേക്ക് കയറിപ്പോയി. അപ്പോൾ അവർ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കൃഷിയുമായിട്ട് ഒരിക്കലും മുന്നോട്ട് പോയാൽ അത് ആദായകരമല്ല, അവർക്ക് ആ കുടുംബത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പരിപൂർണമായ ബോധ്യമുള്ളതുകൊണ്ടാണ് മറ്റു മേഖലയിലേക്ക് അവർ തിരിഞ്ഞു പോകുന്നത്. അതങ്ങനെയാണ്. സത്യം പറയുന്ന പലരെയും ഇങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാക്കേണ്ടത് വേറെ പല രാഷ്ട്രീയ അണികളുടെയും ബാധ്യതയാണ്. അന്ന് ആ പ്രസംഗത്തിൽ അദ്ദേഹം കർഷകരുടെ കാര്യം പറഞ്ഞതുകൊണ്ട് പിന്നെ പല കർഷകരും രക്ഷപ്പെട്ട കാര്യങ്ങൾ ആരും തന്നെ പറഞ്ഞു കേട്ടില്ല. ഒരുപാട് ആത്മഹത്യകൾ അതിന് പിന്നാലെ ഒഴിവായ കാര്യവും ആരും പറഞ്ഞു കേട്ടില്ല. ഇങ്ങനെ ആരെയും സൂചിപ്പിക്കാതെ ധൈര്യത്തോടെ കാര്യങ്ങൾ തുറന്നു പറയുന്ന നായകന്മാരെയാണ് നമുക്ക് ആവശ്യം. അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം രാഷ്ട്രീയവൽക്കരിച്ച് ഒറ്റപ്പെടുത്തിയാൽ നഷ്ടം നമുക്ക് മാത്രമാണുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.